നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂർ തേക്കിൻകാട് മൈതാനയിൽ ആരംഭിച്ച സപ്ലൈകോ ഓണം ഫെയർ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണ വിപണി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി കുമ്മാട്ടിക്കൂട്ടായ്മയുടെ കൊടിയേറ്റം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പട്ടിക്കാട് സെന്റ് അൽഫോൻസ് പബ്ലിക് സ്കൂൾ അധ്യാപക രക്ഷാ കർതൃയോഗം നടന്നു. ജനകീയ മത്സ്യകൃഷി പൊതുകുളത്തിലെ മത്സ്യവിത്ത് നിക്ഷേപം നടത്തറ പഞ്ചായത്തിൽ ആരംഭിച്ചു. വിശദമായ വാർത്തകൾ. വിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി സാധാരണക്കാരുടെ ഓണ ബജറ്റിനെ താങ്ങി നിർത്തുന്ന സപ്ലൈകോ ഓണം ഫെയർ തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. വയനാട്ടിലെ പ്രകൃതി ദുരന്തം മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടെങ്കിലും സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ ഫെഡ്, കൃഷിവകുപ്പ് എന്നിവരുടെ ഓണച്ചന്തകൾ പ്രയാസങ്ങളില്ലാതെ പ്രവർത്തിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തെക്കേ ഗോപുര നടയിൽ ചടങ്ങിൽ P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. തൃശൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ ML റോസി ആദ്യ വിൽപ്പന നടത്തി. സപ്ലൈകോ മേഖലാ മാനേജർ TJ ആശ, സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്തിൽ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ നടത്തുന്നു. തേക്കിൻകാട് മൈതാനത്ത് തെക്കേ ഗോപുര നടയിൽ സെപ്റ്റംബർ 14 വരെ ജില്ലാ ഓണം ഫെയർ പൊതുജനങ്ങൾക്ക് ന്യായമായ വിലയിൽ അവശ്യ വസ്തുക്കൾ വാങ്ങാവുന്നതാണ്. ഈ മാസത്തെ 1600 രൂപയുടെ പെൻഷൻ കൊടുക്കും എന്ന് മാത്രമല്ല, ഫണ്ട് കിട്ടാനുള്ള 5 കുടിശ്ശികകളിൽ ഒന്ന് കൂടി കൂട്ടി കൊടുത്തുകൊണ്ട് ഇത്തവണ 64 ലക്ഷം മനുഷ്യരുടെ കുടുംബങ്ങളിൽ മാവേലി എത്തുന്നതിന് മുമ്പേ 3200 രൂപ സാമൂഹിക പെൻഷനായി എത്തിക്കാൻ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ബോണസും ഇല്ലാത്ത, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ മാലിന്യങ്ങൾ എടുക്കാൻ വരുമ്പോൾ ഒരു 50 രൂപയോ 100 രൂപയോ ഒക്കെ മാസം കൊടുക്കുന്നതിൽ തന്നെ നമുക്ക് പല വിധത്തിൽ നമ്മൾ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ പറഞ്ഞാലും കൊടുക്കേണ്ടി വരുന്ന ഈ ഹരിത കർമ്മസേനക്കാർ ഉൾപ്പെടെ ബോണസ് മേടിക്കാൻ കഴിയാതെ മലയാളിക്ക് വേണ്ടി പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും 1000 രൂപ വീതം അവരുടെ ഒരു സമാശ്വാസ സംഖ്യയായി നൽകാൻ തീരുമാനിച്ചു. സിവിൽ സപ്ലൈസിന്റെ ഓണച്ചന്തകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല, കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല, കൃഷി വകുപ്പിന്റെ ഓണച്ചന്തകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹിക സംവിധാനങ്ങൾക്കും ഒരു കുറവുമില്ലാത്ത വിധത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടിതമായി നമ്മളെല്ലാവരും ശ്രമിക്കും. വയനാട്ടിലെ ദുരന്തം നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ദുരന്തമാണ്. ചുരന്മല എപ്പോഴും ആ ദുരന്തം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണ വിപണി 2024 വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NT ബേബിയുടെ അധ്യക്ഷതയിൽ മുഖ്യാതിഥിയായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പങ്കെടുത്തു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ NK പ്രമോദ് കുമാർ, ബാങ്ക് ഡയറക്ടർമാരായ സുഭാഷ് പുഴയ്ക്കൽ, വിൻസെന്റ്, ബാലകൃഷ്ണൻ, ഷീല മോഹനൻ, ലിസി കോര, ജയലത എന്നിവർ ആശംസകൾ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹകാരി സുഹൃത്തുക്കൾക്കും ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സ്വാഗതവും സെക്രട്ടറി KP മദനൻ നന്ദിയും അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് വിശദീകരിച്ചതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ഇവിടെ വിതരണം ചെയ്യുകയാണ്. കൺസ്യൂമർ ഫെഡിന്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന രീതിയിൽ ഈ പട്ടണത്തിന്റെ നടുക്ക്, പ്രത്യേകിച്ച് ഊട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ലെറ്റ് ഇന്ന് ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയിരക്കണക്കിന് വരുന്ന ഇത്തരത്തിലുള്ള നീതി സ്റ്റോറുകൾ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും ഓണം പ്രമാണിച്ചുകൊണ്ടുള്ള സബ്സിഡി. കുടുംബശ്രീ CDSന്റെ ഓണം വിപണന മേളയുടെ ജില്ലാതല ഉദ്ഘാടനം പൂച്ചട്ടി സെന്ററിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു.
നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് സെപ്റ്റംബർ 7 മുതൽ 14 വരെ ഓണം വിപണനമേള. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷയായി. സ്ത്രീകൾക്കായി നടപ്പാക്കുന്ന ധീരം സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ അയൻ, ADMC K രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അഭിലാഷ്, EN സീതാലക്ഷ്മി, ജിയ ഗിഫ്റ്റൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അമൽറാം, പഞ്ചായത്ത് അംഗം ജിനിത സുഭാഷ്, വൈസ് ചെയർപേഴ്സൺ ശാലിനി സുനിൽകുമാർ, KR രമേശ് എന്നിവർ പങ്കെടുത്തു. ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള ഓണക്കോടി വിതരണം ചടങ്ങിൽ നടത്തി. വിപണനമേള ഉദ്ഘാടനം ചെയ്ത മന്ത്രിക്ക് നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ സ്നേഹോപഹാരം നൽകി. നിങ്ങളോട് പറയട്ടെ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും മലയാളത്തിലെ ഒരു മനുഷ്യനെയും ഏതെങ്കിലും വിധത്തിൽ പട്ടിണി കിടക്കാതെ കാണാൻ വെക്കാതെ വളരെ മനോഹരമായി ഓണം കഴിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാകുമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഉറപ്പ് ലഭിച്ച എല്ലാവിധം മനുഷ്യരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ഓണത്തിന് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള സർക്കാർ സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ജൂൺ മാസം മുതൽ 5 മാസത്തെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇനി മുതൽ 1 മാസവും സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ മുടങ്ങില്ല എന്ന് റൂൾ നമ്പർ 300 പ്രകാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് കഴിഞ്ഞ 3 മാസങ്ങളിലെയും സാമൂഹിക ക്ഷേമ പെൻഷനായിട്ടുള്ള 1600 രൂപ മുടങ്ങാതെ വിതരണം ചെയ്തു എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട പണം ലഭ്യമാകാത്തതിന്റെ പേരിൽ കുടിശ്ശിക വന്നിട്ടുള്ള 5 മാസക്കാലത്തെ കുടിശ്ശിക അത് നിലനിർത്തില്ല എന്നും ആ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം 2 ഗഡുക്കളും അടുത്ത സാമ്പത്തിക വർഷം 2 ഗഡുക്കളുമായി പൂർണ്ണമായി കൊടുത്തു തീർക്കും എന്നും കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത്തം നാളിൽ നടുവിലാലിൽ കുമ്മാട്ടി കൊടിയേറി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊടിയേറ്റം നിർവഹിച്ചു. പ്രശസ്ത പാവക്കൂത്ത് കഥകളി കലാകാരനും പാറമേക്കാവ് ക്ഷേത്രം സൂപ്രണ്ടുമായ ശ്രീനിവാസൻ കുന്നമ്പത്തിനെ കേന്ദ്രമന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, കുമ്മാട്ടി ജില്ലാ പ്രസിഡന്റ് രതീഷ് കടവിൽ, സെക്രട്ടറി ശ്രീജിത്ത് വാഗയിൽ, വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് കുമാർ മുക്കാട്ടുകര, സുമേഷ് കുറ്റൂർ, വിപിൻ ദാസ്, സജീവ് കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ ഹരി P രഞ്ജിത്ത്, TB, രക്ഷാധികാരികളായ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് മനോജ് കുമാർ തുടങ്ങി വിവിധ ദേശങ്ങളിലെ കുമ്മാട്ടി ഭാരവാഹികൾ പങ്കെടുത്തു. കരുമത്ര ആരോഗ്യമാതാവിന്റെ 8 നോമ്പ് തിരുനാളിന്റെ ഭാഗമായി 50ഓളം അമ്മമാരുടെ നേതൃത്വത്തിൽ കേശദാനം നടത്തി. 3 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാലവർഷ ദുരിത മേഖലയായ വയനാടിന് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകുന്നു. വിശുദ്ധ ബലിക്കും കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്കും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. ഫാദർ മനോജ് കീഴൂർ മുട്ടിക്കൽ, ജനറൽ കൺവീനർ ആന്റണി വടക്കൻ, സൈമൺ തേർമഠം, പോൾ നീണ്ടുശ്ശേരി എന്നിവർ നേതൃത്വം നൽകും. പല ഘടകങ്ങൾ കൂടിയതാണ്. വിശുദ്ധ കുർബാനയുണ്ട്, മറ്റു ആഘോഷങ്ങളുണ്ട്. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഈ ഇല്ലുമിനേഷൻ അല്ലെങ്കിൽ ദീപാലങ്കാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇടവകയ്ക്ക് മറ്റുള്ളവരൊക്കെ വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു കാര്യം ഈ തിരുനാളിന്റെ ദീപാലങ്കാരമായിരിക്കും. അത് മനോഹരമായിട്ട് ചെയ്യാൻ എല്ലാ ഇടവകളും ശ്രദ്ധിക്കാറുണ്ട്. തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നമ്മുടെ കരുമത്ര ഇടവകയിലെ ആരോഗ്യമാതാവിന്റെ തിരുനാൾ എന്നുള്ളത്. ഞാൻ മനസ്സിലായിരിക്കുമ്പോൾ നിങ്ങൾ തൊട്ട് താഴെയുള്ള ബാച്ചാണ് നമ്മുടെ ബിജു പാണങ്ങാണ്ടച്ചൻ. അപ്പൊ ബിജു പാണങ്ങാണ്ടച്ചൻ എപ്പോഴും പാടുന്ന പാട്ട് ആരോഗ്യമാതാവിന്റെ പാട്ടായിരുന്നു മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കരുമത്ര ആരോഗ്യമാതാവിനെ കുറിച്ച് ഏറ്റവും ആദ്യം അറിയുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ ഭാഗമായി പങ്കുചേരാൻ സാധിച്ച പ്രത്യേകത എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ തിരുനാളിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ നേരുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഒപ്പം തന്നെ നിങ്ങളുടെ പരിചയക്കാർക്കും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാകട്ടെ. പക്ഷെ നമ്മ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയം പ്രകാശിതമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രകാശങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. ഈ പ്രകാശം വെറും ലൗകികമായ പ്രകാശമല്ല, അത് ക്രിസ്തുവിന്റെ പ്രകാശമാണ് ഒരു ദേവാലയത്തിൽ നിന്ന് പ്രസരിക്കേണ്ടത്. അത് ഈ നാടിന് മുഴുവൻ, ഈ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് മാറട്ടെ. നമ്മളും
ക്രിസ്തുവിന്റെ പ്രകാശം പങ്കുചേർന്ന് ഈ ലോകത്തിന്, ഈ നാടിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ചുറ്റുമുള്ള പ്രകാശമായി മാറാൻ, അനുഗ്രഹമായി മാറാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ഈ തിരുനാളിന്റെ ഓണത്തോടനുബന്ധിച്ച് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണ വിപണി പുന്നംപറമ്പ് ബ്രാഞ്ചിൽ നടന്നു. വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ബാങ്ക് പ്രസിഡന്റ് TS ജോസഫ് ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ ജോൺസൺ മല്ലിയത്ത്, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, മാനേജർ VA ഷാജി എന്നിവർ സംസാരിച്ചു. ഡയറക്ടർ വർഗീസ് വാഗയിൽ സ്വാഗതവും സെക്രട്ടറി ഫാദർ PK തോമസ് നന്ദിയും അറിയിച്ചു. ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവന്ന CT ദേവസ്വന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞങ്ങളൊരു പുതിയ ഭരണസമിതിയാണ്, എളിയ നിലയിലാണ് തുടങ്ങുന്നത്. CT ദേവസ്വേട്ടനും അതുപോലെ പ്രഗത്ഭരായ കുര്യാക്കോസ് മാഷും അതുപോലെ തന്നെ സുന്ദരം കുന്നത്തിലും ഒക്കെ നയിച്ച പ്രഗത്ഭമതിയായ ഒരു ബാങ്കിലെ എളിയ ഭരണസമിതി അംഗങ്ങളാണ് ഞങ്ങൾ. അവർ നയിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പൊതുപരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വില കുറഞ്ഞ രീതിയിൽ ഓണക്കിറ്റ് വിതരണം ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് കിട്ടിയിരിക്കുന്നതെന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. ഈ പാവങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. പട്ടിക്കാട് സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ അധ്യാപക രക്ഷാകർതൃ യോഗം ഡോക്ടർ N സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജിജോ വള്ളുപ്പാറ അധ്യക്ഷനായി. കുട്ടികളോടുള്ള മാതാപിതാക്കളുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന വിഷയത്തെ
അധികരിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS വന്ദന ക്ലാസ്സെടുത്തു. പ്രിൻസിപ്പാൾ ബാബു ജോസ് തട്ടിൽ നേതൃത്വം നൽകി. പുരാവസ്തു കാർഷിക ഉപകരണ പ്രദർശനവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു. മികച്ച കർഷകൻ ബേബി ജോർജ്, വനിതാ കർഷക കനകലത, വിദ്യാർത്ഥി കർഷകൻ സൗരവ് കെ സുധീഷ് എന്നിവരെ PTA പ്രസിഡന്റ് MT ജോഷി പൊന്നാട എണീച്ച് ആദരിച്ചു. അധ്യാപകരായ നിമിഷ ജയരാജ്, അനുമോൾ ഫ്രാൻസിസ്, KR രേഷ്മ, TK അഖിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആൻസി പൗലോസ് സ്വാഗതവും K കവിത നന്ദിയും അറിയിച്ചു. പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് നമ്മൾ നെൽച്ചെടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ പല കുട്ടികളും അപ്പുറം ഇപ്പുറം നോക്കും. കാരണം അവർ കണ്ടിട്ടുണ്ടാവില്ല. ഇനി അടുത്ത് പാടമൊക്കെ ഉള്ള കുറച്ച് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ആ ക്ലാസ്സിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും അതറിയുണ്ടാവില്ല. വീടിൻ്റെ തൊടിയിൽ കാണുന്ന നമ്മുടെ സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തുളസി പറഞ്ഞിട്ടുണ്ടാവും, റോസ് പറയും. ഇതല്ലാതെ അതിനപ്പുറം ഒരു 5-6 ചെടികൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം നമ്മൾ വളരെയധികം സാങ്കേതികമായി വികസിതമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. ഈ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ പ്രകൃതിയിൽ റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈ ആൾക്കാർക്ക് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. രാജ്യത്തിനായി ഒന്നാകാം, BJPയിൽ അംഗമാകാം. സന്ദേശം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിനിന് തുടക്കം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ നടന്ന യോഗത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് S രാജു, അനിൽകുമാർ CV, നന്ദകുമാർ, ബിജീഷ് ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത കല്ലിടുക്കിൽ ടോറസ് ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു. ഹൈവേ പോലീസും PG പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി 2024-25 പദ്ധതിയുടെ ഭാഗമായി പൊതുകുളങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപം പരിപാടിയുടെ നടത്തറ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, വാർഡ് മെമ്പർ MS അശോക് കുമാർ, ഫിഷറീസ് പ്രൊമോട്ടർ പ്രദീപ്, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. നടത്തറ പഞ്ചായത്തിലെ 0.37 ഹെക്ടർ വരുന്ന പൊതുകുളങ്ങളിൽ 2775 കാർ പിനം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 20ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മുന്ന ഗ്രൂപ്പിന്റെ ഇത്തവണത്തെ ഓണം സ്വർണ്ണ തിളക്കത്തോടൊപ്പം ആഘോഷിക്കുന്നു. അത്തം മുതൽ ഉത്രാടം വരെ 9 ദിവസവും 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പൺ. ദിവസവും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 5000 രൂപയുടെ സ്വർണ്ണ കോയിൻ. 10 ദിവസവും 10 സ്വർണ്ണ കോയിൻ സമ്മാനമായി നൽകുന്നതിനോടൊപ്പം വമ്പിച്ച ഡിസ്കൗണ്ടുകളുമുണ്ട്. 398 രൂപ മുതൽ ജീൻസ്, 199 രൂപ മുതൽ ഷർട്ട്, 249 രൂപയ്ക്ക് 2 നൈറ്റി, 298 രൂപ മുതൽ പാന്റ്, 98 രൂപയ്ക്ക് ടീഷർട്ട്, 3 ടോപ്പിന് 449 രൂപ, 3 ലെഗിങ്സിന് 299 രൂപ. ആദ്യ ദിന നറുക്കെടുപ്പിൽ വിജയിച്ച വർഷ താണിക്കുടം ഗോൾഡ് കോയിൻ സ്വീകരിച്ചു. മണ്ണുത്തി മസ്ജിദ് ചീഫ് ഇമാം മുജീബുർ റഹ്മാൻ അസ്ലമി നറുക്കെടുപ്പ് നിർവഹിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ അത്തം മുതൽ ഉത്രാടം വരെ നമ്മളൊരു സമ്മാനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്തം മുതൽ ഉത്രാടം വരെ എല്ലാ ദിവസവും 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൂപ്പണുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ സമ്മാനാർഹരായ ആളുകൾക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ നമ്മൾ ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. അതിനോടനുബന്ധിച്ച് ആദ്യത്തെ ദിവസമായ അത്തം നമ്മുടെ സമ്മാന കൂപ്പണുകളുടെ ഇത് തിരഞ്ഞെടുപ്പ് ഇന്ന് ശനിയാഴ്ച രാവിലെ 10 നമ്മുടെ മണ്ണുത്തി മസ്ജിദ് ചീഫ് ഇമാം മുജീബുർ റഹ്മാൻ അസ്ലമി അസിസ്റ്റന്റ് ഇമാം ബാക്കി എല്ലാവരുടെയും സമക്ഷത്തിൽ അദ്ദേഹം നിർവഹിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ക്ഷണിച്ചു. വർഷ മറ്റൊരിടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ.
വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകൾ തുടരുന്നു. തൃശൂരിലെ BJP വിജയം RSS മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. പുറത്തുവരുന്ന ആരോപണങ്ങളും കേരള പോലീസ് കഴിഞ്ഞ 8 വർഷമായി നടത്തിയ സംഘപരിവാർ അനുകൂല നടപടികളും സംബന്ധിച്ച് വസ്തുതാപരമായ അന്വേഷണം നടത്തണം. ഇക്കാര്യത്തിൽ നിഷേധാത്മക നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ സജീദ് ഖാലിദ്, MK അസം, KS നിസാർ, സരസ്വതി വലപ്പാട് എന്നിവർ പങ്കെടുത്തു. മൂർക്കനിക്കര ദേശം കുമ്മാട്ടിയുടെ കൊടിയേറ്റം നടത്തി. 15 ഉച്ചയ്ക്ക് 2 മണി മുതൽ ബാലവേദിയുടെ നേതൃത്വത്തിൽ കായിക മത്സരങ്ങളും വനിതാവേദിയുടെ തിരുവാതിരക്കളിയും നടക്കും. 16 ഉച്ചയ്ക്ക് 3 കുമ്മാട്ടി. ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം, തമ്പോലം, കാവടി, തെയ്യം, അർദ്ധനാരീശ്വരി നൃത്തം, ഗരുഡ നൃത്തം, ടാബ്ലോ എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയോടെയാണ് കുമ്മാട്ടിയുടെ സമാപനം. കൊടിയേറ്റ ചടങ്ങുകൾക്ക് VK മോഹനൻ, VA കൃഷ്ണൻ, KR രാമചന്ദ്രൻ, കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. PSCL നിക്ഷേപകർക്ക് നിക്ഷേപ സംഖ്യ 6 മാസത്തിനകം നൽകണമെന്ന് 2016 സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് ജോയ് കൈത്താരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സെപ്റ്റംബർ 10 രാവിലെ 10 മണിക്ക് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ചേരുന്ന കൺവെൻഷൻ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ K അശോകൻ കണ്ണൂർ, TV കമലാസനൻ, MO റോസ്ലി, PC ശിവകുമാർ എന്നിവരും പങ്കെടുത്തു. RSSും CPMും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നു എന്ന് A വിജയരാഘവൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസിലെ വോട്ട് ചോർന്നതാണ് കോൺഗ്രസ് RSS ബന്ധത്തിന്റെ തെളിവെന്ന് A വിജയരാഘവൻ. വർഗീയ ശക്തികളെ എതിർക്കുന്ന പാർട്ടിയാണ് CPM. മുസ്ലിം വർഗീയ പാർട്ടികളെ കക്ഷത്ത് വെച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബന്ധമാരോപിക്കുന്നത്. ഇപ്പോൾ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് K സുധാകരൻ. തൃശൂരിലെ കോൺഗ്രസിനുണ്ടായ വോട്ട് നഷ്ടമാണ് BJP ബന്ധത്തിന്റെ തെളിവ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തൃശൂരിൽ A വിജയരാഘവൻ. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതല്ലേ സത്യം, അതല്ലേ RSS ഭാഗം. അത് ഞങ്ങളുടെതല്ല, അത് കോൺഗ്രസിൻ്റെതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജിൽ കേരളത്തില് തൃശ്ശൂരിൽ BJP അക്കൗണ്ട് തുറന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന കോൺട്രിബ്യൂട്ടറാണ്
ഈ തൃശ്ശൂർ അറിയുന്ന എല്ലാവർക്കും അറിയില്ലേ? ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവർ തിരിച്ചില്ലേ കോൺഗ്രസ്? ഇവിടുത്തെ കോൺഗ്രസിന്റെ KPC തൃശ്ശൂർ ജില്ലയുടെ ഷാർജാന്റെ അവർ ഒരു തവണയാണ് സ്ഥാനാർത്ഥി, പലതവണ സ്ഥാനാർത്ഥി. അങ്ങനെ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ മുഖം എന്ന് പറഞ്ഞാൽ കരുണാകരനെ നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ മക്കളാണ് ഉള്ളി പദ്ധതി. അവരെല്ലാം ഇവിടെ മാറി മാറി മത്സരിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ തൊട്ട് മുമ്പ് പത്മജയെ BJP ദാനം ചെയ്താൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ തേക്കിൻകാട് മൈതാനയിൽ ആരംഭിച്ച സപ്ലൈകോ ഓണം ഫെയർ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണ വിപണി MLA സേവർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി കുമ്മാട്ടി കൂട്ടായ്മയുടെ കൊടിയേറ്റം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പട്ടിക്കാട് സെന്റ് അൽഫോൻസ് പബ്ലിക് സ്കൂൾ അധ്യാപക രക്ഷാ കർത്തൃയോഗം നടന്നു. ജനകീയ മത്സ്യകൃഷി പൊതുകുളത്തിലെ മത്സ്യവിത്ത് നിക്ഷേപം നടത്തറ പഞ്ചായത്തിൽ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.